എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനൂപ് അഗ്നിശർമ്മൻ ആറ്റിങ്ങൽ. ജ്യോതിഷപരമായ കാര്യങ്ങളും മാന്ത്രികപരമായ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന നമ്മളുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് ജ്യോതിശാസ്ത്രത്തിൽ മാനി എന്ന് പറയുന്ന ഗ്രഹത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. മാനി എന്ന് പറഞ്ഞാൽ ഗുളികൻ. ജ്യോതിശാസ്ത്രത്തിൽ 9 ഗ്രഹങ്ങൾ കൂടാതെ ഗുളികൻ എന്ന് പറയുന്ന ഒരു ഗ്രഹത്തെയും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ജ്യോതിശാസ്ത്രത്തിൽ നമ്മൾ മാ എന്ന് എഴുതിയിട്ടുണ്ടാകും ഗുളികനെ പ്രകീർത്തിച്ചുകൊണ്ട്. അപ്പോൾ ശനിക്ക് മാ എന്നും മന്ദൻ എന്നും ഗുളികന് മാനി എന്നുള്ളതിന് മാ എഴുതിയിട്ടൊരു ദീർഘം കൂടെ ഉണ്ടാകും, മാനി എന്ന് സൂചിപ്പിക്കുന്നത് കൊണ്ട്. അപ്പം നമ്മൾ 12 രാശിചക്രങ്ങളിൽ നമ്മുടെ ലഗ്നമെന്ന് പറയുന്നത് 1-ാം ഭാവം. അപ്പം നമ്മുടെ രാശിയിൽ ലാ എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പം ലാ എന്ന് എഴുതിയിട്ടുള്ള സ്ഥാനമാണ് നമ്മുടെ 1-ാമത്തെ സ്ഥാനം. അപ്പോൾ 1-ാമത്തെ സ്ഥാനത്തിൽ തന്നെയാണ് ഗുളികൻ നിൽക്കുന്നതെങ്കിൽ 1-ാം ഭാവത്തിൽ ഗുളികൻ നിൽക്കുന്നു. തൊട്ടടുത്ത സ്ഥാനമാണ് 2-ാം ഭാവം. ആ ഭാവത്തിലാണ് ഗുളികൻ നിൽക്കുന്നതെങ്കിൽ 2-ാം ഭാവത്തിൽ ഗുളികൻ നിൽക്കുന്നു. അതിൻ്റെ തൊട്ടടുത്ത സ്ഥാനമാണ് 3-ാമത്തെ ഭാവം. അവിടെ ഗുളികൻ നിന്നാൽ 3-ാം ഭാവത്തിൽ ഗുളികൻ നിൽക്കുന്നു. അങ്ങനെ 12 രാശിചക്രങ്ങളിലും ഏതേത് സ്ഥാനങ്ങളിലാണ് ഗുളികൻ നിൽക്കുന്നത് എന്ന് നമുക്ക് ഈ രീതിയിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ലഗ്നം സ്ഫുടം ചെയ്യുന്നത് പോലെ തന്നെയാണ് ഗുളിക സ്ഫുടവും നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ലഗ്നമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ്. അപ്പോൾ ആത്മാവുമായിട്ട് ബന്ധമുണ്ട് ഗുളികൻ എന്ന് പറയുന്ന ഗ്രഹത്തിന്. ഗുളികസ്ഫുടം കാണുന്നത് പോലെ തന്നെയാണ് ലഗ്നസ്ഫുടം കാണുന്നത്. ലഗ്നസ്ഫുടം കാണണം എങ്കിൽ ഗുളികസ്ഫുടവുമായി കണക്റ്റഡ് ആവാതെ ലഗ്നസ്ഫുടം കാണുവാനായിട്ടും നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ അത്രയധികം പ്രാധാന്യമുണ്ട് ഗുളികൻ എന്ന് പറയുന്ന ഗ്രഹത്തിന്. മാത്രമല്ല, നമ്മുടെ പൂർവ്വജന്മവുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഒരു ഗ്രഹമാണ് ഗുളികൻ എന്ന് പറയുന്ന ഗ്രഹം. അപ്പോൾ ഗുളികൻ എന്ന് പറയുന്ന ഗ്രഹം ആരാണ്? ശനി ഭഗവാന്റെ പുത്രനാണ് ഗുളികൻ. അപ്പം ശനി എന്ന് പറയുന്ന ഗ്രഹം ആരാണ്? നീതിമാൻ, കർമ്മകാരകൻ, ധർമ്മത്തിൻ്റെ കാരകനാണ് ശനി ഭഗവാൻ. ജാതകത്തിലെ യമധർമ്മരാജൻ്റെ റോളാണ് ശനി ഭഗവാന് പറയുന്നത്. അതേ പവർ തന്നെയാണ് ഗുളികൻ എന്ന് പറയുന്ന ഗ്രഹത്തിനുമുള്ളത്. ഗുളികൻ എന്നാൽ പ്രേതം എന്നാണ് അർത്ഥം. പ്രേതമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുക, ഡെഡ് ബോഡി, ശവം എന്നർത്ഥം. മരണം, ഡെഡ് ബോഡി. അപ്പോൾ ഒരു ബോഡി അല്ലെങ്കിൽ ഒരു പ്രേതം നമ്മുടെ രാശിയിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? ദുഃഖപൂർണമാകുന്ന അനുഭവങ്ങളായിരിക്കും, അല്ലേ? എന്നതുപോലെ തന്നെയാണ് നമ്മുടെ ജാതകത്തിൽ ഗുളികൻ ഏതേതു സ്ഥാനങ്ങളിൽ നോക്കുന്നുവോ ആ സ്ഥാനങ്ങളിൽ ഉറപ്പായിട്ടും ദുഃഖത്തെ പ്രദാനം ചെയ്യും. അതിന് യാതൊരു തരത്തിലുള്ള മാറ്റവുമില്ല. 11-ാം ഭാവത്തിൽ ഒരല്പം ആശ്വാസം കൊടുക്കും. എല്ലാ ഗ്രഹങ്ങൾക്കും 11-ാം ഭാവത്തെ ശുഭത്തെ പ്രദാനം ചെയ്യുന്നത് കൊണ്ട് 11-ാം ഭാവം ഗുളികനെ ഒരല്പം ദോഷത്തിന് കാഠിന്യം കുറയ്ക്കും. അത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ. ചില ജ്യോതിഷികൾ പറയുന്നുണ്ട് 11-ാം ഭാവത്തിലെ ഗുളികൻ നല്ലതാണ്. പക്ഷേ അനുഭവപ്രകാരവും പൂർവ്വജന്മപ്രകാരവും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് 11-ാം ഭാവത്തിലെ ഗുളികനും ദോഷകർമ്മത്തെ ചെയ്യും. അപ്പം ഗുളികൻ എന്ന് പറയുന്ന ഗ്രഹം ശനി ഭഗവാന്റെ പുത്രനാണ്. പൂർവ്വജന്മത്തിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള മരണാദിയായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുകയോ നമ്മൾ കാരണം ആരെങ്കിലും മരണപ്പെട്ടു പോകുവാൻ കാരണമായിട്ട് ആ ശാപം നമുക്ക് ഈ ജന്മത്തിൽ റിവഞ്ച് ദോഷമായി നിൽക്കുന്ന കാര്യങ്ങളെ ചിന്തിക്കുന്നതിൽ പ്രധാന ഗ്രഹമാണ് ഗുളികൻ. വിശദമായിട്ട് പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഗുളികനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം.
അതിൻ്റെ കണക്ക് വളരെ ബഹുലമാണ്. നമുക്കതിനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാൻ മനസ്സിലാകുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പോൾ പൂർവജന്മത്തിലെ ദോഷകർമ്മങ്ങളെ നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കി തരുന്ന ഒരു ഗ്രഹമാണ് ഗുളികൻ. 9 ഗ്രഹങ്ങളും നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഗുളികൻ എന്ന് പറയുന്ന ഒരൊറ്റ ഗ്രഹം മതി നമ്മുടെ ജീവിതത്തെ അടിമുടി താറുമാറാക്കാനായിട്ട്. അതിൻ്റെ ഒരൊറ്റ ഉദാഹരണമാണ് നമ്മുടെ പുരാണത്തിൽ രാമായണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാവണൻ്റെ ഒരു കഥ. ഇന്ദ്രജിത്ത്, തൻ്റെ പുത്രനായ ഇന്ദ്രജിത്തിനെ രാവണൻ തൻ്റെ മാന്ത്രിക ശക്തികൾ കൊണ്ടും തൻ്റെ ബലം, കഴിവും ശക്തിയും കൊണ്ടും ഗ്രഹങ്ങളെയൊക്കെ തന്നെയും ഓരോരോ സ്ഥാനങ്ങളിൽ, അനുകൂല സ്ഥാനങ്ങളിൽ കൊണ്ടുപോയി നിർത്തി. ശനീശ്വരൻ ഗുളികനെ സൃഷ്ടിച്ചുകൊണ്ട് മാരക സ്ഥാനത്തേക്ക് പോയി നിൽക്കുവാനായിട്ട് കൽപ്പിക്കുകയുണ്ടായി, അല്ലെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുപോയി നിർത്തിച്ചു കൊടുത്തു. രാവണൻ ഇതറിഞ്ഞില്ല. അപ്പോൾ ആ ഗുളികൻ എന്ന് പറയുന്ന ഒരു ഒറ്റ ഗ്രഹത്തിൻ്റെ ബേസ് ചെയ്തുകൊണ്ടാണ് നാശകർമ്മത്തിന് കാരണമായത്. അപ്പോൾ 9 ഗ്രഹങ്ങളും നമുക്ക് അനുകൂലമായിട്ടുണ്ടെങ്കിൽ ഗുളികൻ എന്ന് പറയുന്ന ഒരു ഒറ്റ ഗ്രഹം മതി നമ്മളെ ആടി മൂടി മറിക്കാനായിട്ട്. ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല, നമുക്ക് ഓരോ സ്ഥാനങ്ങളിലേക്ക് കൽപ്പിക്കാം. അപ്പോൾ 1-ാം ഭാവത്തിൽ ഗുളികൻ നിന്നാൽ, അപ്പോൾ നമുക്ക് ജാതകത്തിൽ ല എന്ന് എഴുതിയേക്കുന്ന സ്ഥാനമാണ് ലഗ്നഭാവം. ലഗ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് എന്നർത്ഥം. അപ്പോൾ ആ ആത്മാവിൻ്റെ കൂടെ ഗുളികൻ നിന്നാൽ, അതായത് ലഗ്നത്തിൽ ഗുളികൻ നിന്നാൽ ഉറപ്പായിട്ടും എന്താണ്, നമ്മുടെ ആത്മാവിൻ്റെ കൂടെ ഒരു ഗുളികനുണ്ട്. എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ കൂടെ ഒരു പ്രേതമുണ്ടെന്നർത്ഥം. ഇപ്പം നമ്മുടെ കൂടെ ഒരു പ്രേതമുണ്ടെന്ന് വിചാരിക്കുക. പ്രേതം എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി, ശവം. ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു ശവം കിടക്കുന്നു എന്ന് വിചാരിക്കുക. അവിടെ എന്തായിരിക്കും അവിടുത്തെ ഒരു അന്തരീക്ഷം? ദുഃഖപൂർണ്ണമാകുന്ന അന്തരീക്ഷമായിരിക്കും അവിടെ ഉണ്ടാവുക, അല്ലേ? അപ്പോൾ അതിനെ മറവ് ചെയ്യണം, അതിനെ ഇല്ലാണ്ടാക്കണം. ഇല്ലാണ്ടാക്കിയാൽ എന്ത് പറ്റും? അതിൽ നിന്നും ദുർഗന്ധമുണ്ടാകും, നമുക്ക് വളരെയേറെ ദോഷം ചെയ്യും, അല്ലേ? അപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മുടെ ജാതകത്തിൽ നിൽക്കുന്ന ഗുളികൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് കൃത്യമായിട്ട് നമ്മൾ പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്ത് അതിന് പരിഹാരാധികാരങ്ങൾ ചെയ്യാത്ത പക്ഷം നമ്മുടെ ജീവിതം വളരെയേറെ ദുഃഖപൂർണ്ണമാകുന്ന അവസ്ഥകളായിരിക്കും. അപ്പം ഗുളികൻ എന്ന് പറയുന്ന ഗ്രഹം, ഇപ്പോൾ പെട്ടെന്ന് ഞാനൊരു കാര്യം കാണിച്ചു തരാം. അല്ലെങ്കിലും അങ്ങനെയാണ്, ഒരാവശ്യം വരുമ്പോൾ പേന തെളിയത്തില്ല. 12 രാശികളിൽ ഒരു ഭാവത്തിൽ, ലഗ്നഭാവം 1-ാം ഭാവം, ആ 1-ാം ഭാവത്തിൽ ഗുളികൻ നിന്നാൽ, അപ്പോൾ ആ ല എന്ന് എഴുതിയിട്ടുണ്ടാവും ഒരു സ്ഥാനത്ത്. ഇതൊരു രാശിയാണെന്ന് കരുതുക, ഇതൊരു കള്ളിയാണെന്ന് വിചാരിക്കുക, രാശി. ആ ലഗ്നത്തിൻ്റെ കൂടെ തന്നെ മാ എന്നുണ്ടെങ്കിൽ ലഗ്നത്തിൽ ഗുളികനുണ്ട്. അപ്പോൾ ലഗ്നത്തിൽ ഗുളികൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ ഉപദ്രവിക്കാനായിട്ട്, അല്ലെ ആത്മാവിൻ്റെ കൂടെ തന്നെ ഒരു പ്രേതം നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ അതെന്തിനാണ് ആ പ്രേതം അവിടെ വന്ന് നിൽക്കാൻ കാര്യം? ഒരു പ്രേതം നമ്മളെ ഉപദ്രവിക്കണമെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ. അവിടെയാണ് നമ്മൾ പൂർവ്വജന്മത്തിൻ്റെ പ്രാധാന്യം. ലഗ്നം ആത്മാവ്, ആത്മാവിൻ്റെ കൂടെ പ്രേതം വരണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ കാരണം ഒരു വ്യക്തി, നമ്മളൊരാളെ കൊല്ലുകയോ അല്ലെങ്കിൽ നമ്മൾ കാരണം ഒരാൾ ആത്മഹത്യ ചെയ്യുകയോ നമ്മൾ കാരണം ഒരാൾ മരണപ്പെടാൻ കാരണമാവുകയോ ചെയ്താൽ ഉറപ്പായിട്ടും ആ പ്രേതത്തിൻ്റെ ആ പ്രേതാത്മാവ് മോക്ഷമടയാതെ നമ്മുടെ കൂടെ ശാപമായിട്ട് നിൽക്കും. അങ്ങനെ നിന്നുകൊണ്ട് ആ പ്രേതം എപ്രകാരമാണോ ദുഃഖങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചത്, അതേ അനുഭവം നമ്മുടെ ജീവിതത്തിൽ തരുവാനായിട്ട് കാരണമാകും. മനസ്സിലായോ? അപ്പോൾ 1-ാം ഭാവം നമ്മുടെ ശരീരമാണ്, നമ്മുടെ വളർച്ചയുടെ സ്ഥാനമാണ് 1. അപ്പോൾ എന്ത് പറ്റും? നമ്മൾ എത്രയൊക്കെ കഴിവും
ഗുണാനുഭവങ്ങളും ഉള്ള ആൾക്കാരായാലും നമ്മുടെ വളർച്ചയിൽ അത് തടസ്സം ചെയ്യും. ഉയരാൻ സാധിക്കാതെ വരും. ജാതകനെ തന്നെ അത് സ്തംഭിപ്പിക്കും. എപ്പോഴും എന്തെങ്കിലും ഒരു പ്രോബ്ലംസ്, മാനസിക പ്രോബ്ലംസുകൾ, മന പ്രോബ്ലംസുകൾ, ജീവിതത്തിൽ ശോകം നിറഞ്ഞ അവസ്ഥകൾ, എൻ്റെ തലയിൽ എന്തോ ഇരിക്കുന്നു, എന്നെ എന്തോ ശല്യം ചെയ്യുന്നു, എൻ്റെ കൂടെ എന്തോ ഉണ്ട് എന്നൊക്കെയുള്ള തോട്ട്സുകൾ നമ്മളിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആരോ എന്നെ പിന്തുടരുന്നുണ്ട്, എന്തോ ഒരു നിഴൽ എൻ്റെ കൂടെയുണ്ട്, വിമ്മിഷ്ടം, ശ്വാസം മുട്ടൽ, അകാരണമായ രോഗങ്ങൾ, പെട്ടെന്ന് അസുഖങ്ങൾ വരിക, നന്നായി പഠിച്ചെന്ന് പറഞ്ഞാലും അതിൽ നമുക്ക് റിസൾട്ട് കിട്ടാതെ വരിക, ഒരു മങ്ങൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും, അലസത, മടി, ഇതെല്ലാം ലഗ്നഭാവത്തിൽ ഗുളികയിൽ നിന്നാൽ കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായ രീതിയും ഈ ആത്മാവ് പൂർവ്വജന്മത്തിൽ, ഈ ലഗ്നത്തിൽ ഗുളിക നിൽക്കുന്ന ആത്മാവ് പൂർവ്വജന്മത്തിൽ ഉറപ്പായിട്ടും ഇയാൾ കാരണം ഒരാൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതെന്താണ് എന്ന് നമ്മൾ പാസ്റ്റ് ലൈഫ് ചിന്തിക്കുമ്പോൾ അത് ഏത് പ്രേതമാണ് എന്ന് മറ്റു പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. സാമാന്യേന നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ കൂടെ ഒരു പ്രേതമുണ്ട്. അപ്പോൾ ആ പ്രേതം ഏതൊക്കെ തരത്തിൽ നമുക്ക് ദുഃഖത്തെ ചെയ്യും. അപ്പോൾ ഗുളികൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് തൻ്റെ 2ാം ഭാവത്തിലേക്കും തൻ്റെ 12ാം ഭാവത്തിലേക്കും 7ാം ഭാവത്തിലേക്കും ഗുളികന് ദൃഷ്ടിയുണ്ട്. അപ്പം ലഗ്നഭാവത്തിൽ നിന്നുകൊണ്ട് ജാതകനെ തന്നെ ആ ആത്മാവ്, ആ പ്രേതാത്മാവ് നശിപ്പിക്കുകയും തൻ്റെ 2ാം ഭാവമായ കുടുംബസ്ഥാനം, തൻ്റെ വാക്കിൻ്റെ സ്ഥാനം, തൻ്റെ ധനത്തിൻ്റെ സ്ഥാനം, സാമ്പത്തികത്തിൻ്റെ സ്ഥാനം കൂടെയാണ് 2. അപ്പോൾ തൻ്റെ കുടുംബത്തെ കംപ്ലീറ്റ് അടിമുടി നശിപ്പിക്കും, തൻ്റെ വാക്കിനെ പിഴപ്പിക്കും, ധനത്തെ നഷ്ടപ്പെടുത്തും, പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാതെ നമ്മൾ കുറ്റക്കാരനായി തീരേണ്ട അവസ്ഥകൾ വരും. ഇങ്ങനെയൊക്കെയുള്ള പല അനുഭവങ്ങളും ലഗ്നത്തിൽ നിന്നുകൊണ്ട് 2ാം ഭാവത്തിലേക്ക് നോക്കി ധനത്തെ നശിപ്പിക്കും. പിന്നെ എന്താണ്? തൻ്റെ 12ാം ഭാവം. 12 എന്ന് പറയുന്ന സ്ഥാനം എന്താണ്? നമ്മുടെ നഷ്ടത്തിൻ്റെ സ്ഥാനം. നമ്മളിലുള്ള എല്ലാ കാര്യങ്ങളെയും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഭാര്യാഭർത്തൃ ശാരീരിക ബന്ധങ്ങളെ കംപ്ലീറ്റ് ഇല്ലാണ്ടായിക്കളും കല്യാണം കഴിച്ച ആൾക്കാരാണെങ്കിൽ. 10 രൂപ ഉണ്ടാക്കിയാലായിട്ട് അതിൻ്റെ 100 ഇരട്ടിയായിട്ട് ചിലവായിപ്പോയിക്കൊണ്ടിരിക്കും. നമ്മൾ എത്ര ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ആരെങ്കിലും വന്ന് നമ്മളോട് ദയ പോലെയുള്ള കാര്യങ്ങൾ ചോദിച്ച് അതുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് പോകും. പിന്നെ അത് പോയ വഴിക്ക് പോകുന്ന പോലെയാണ് തിരിച്ചു കിട്ടത്തില്ല. നമ്മളെ കടക്കാരനാക്കി തീർക്കും. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ അവിടെ ചിന്തിക്കേണ്ടതായിട്ട് വരും. പിന്നെ സ്വാഭാവികമായും എങ്ങോട്ട് നോക്കുന്നു? 7ാം ഭാവം. 7 എന്ന് പറയുന്ന സ്ഥാനം എന്താണ്? നമ്മളുടെ കളത്രസ്ഥാനം, നമ്മുടെ ലൗകിക കാര്യങ്ങളെ ചിന്തിക്കുന്ന സ്ഥാനം, നമ്മുടെ നിവർത്തിയുടെ സ്ഥാനം, ഭാര്യാഭർത്തൃ ബന്ധങ്ങളെ സൂചിപ്പിക്കുന്ന സ്ഥാനം. സ്ത്രീ ആണെങ്കിൽ പുരുഷനെയും, പുരുഷനാണെങ്കിൽ സ്ത്രീയിലും അവർ ഒന്നു ചേരുന്ന സ്ഥാനം, സെക്ഷൽ സ്ഥാനം. അപ്പോൾ എന്ത് പറ്റും? ഗുളികൻ അതിന് സമ്മതിക്കത്തില്ല. ഈ ഭാര്യാഭർത്തൃ ജീവിതത്തിൽ എപ്പോഴും കലഹങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും അടിയും പിട്ടിയും ഇങ്ങനെയുള്ള പല ഇഷ്യൂസുകളും ഇവരെ ഒന്നിച്ച് നിൽക്കാനായിട്ട് ഈ ഗുളികൻ സമ്മതിക്കത്തില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയും ഗുളികന് കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതേ ഭാവത്തിൽ 2ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. എന്താ പറ്റുക? 2ാം ഭാവത്തിൽ നിന്നാൽ സ്വാഭാവികമായ രീതിയിൽ തൻ്റെ 12ാം ഭാവമായ ലഗ്നത്തിലേക്ക് ഗുളികന് നോട്ടം വരും. അതിൻ്റെ 3ാം ഭാവം അത് നമ്മുടെ വീര്യമാണ്. വീര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജി, ആരോഗ്യം. അപ്പോൾ നമുക്ക് ആരോഗ്യക്കുറവുണ്ടാവും, ശരീരത്തിന് വയ്യാഴിക വരും, സഹോദര സംബന്ധമായിട്ട് പ്രശ്നം വരും. സഹോദരന്മാരായിരിക്കുന്ന ആൾക്കാർക്ക് ആപത്ത് പറ്റുകയോ മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ സഹോദരരുടെ ജീവിതങ്ങൾക്ക് വളരെയേറെ കഷ്ടപ്പാട്, പ്രയാസങ്ങൾ ഉണ്ടാവുക, സഹോദരരെ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ളതായ ഫലങ്ങൾ അവിടെ കൊടുക്കും. ഇനി 4ാം ഭാവത്തിലാണെങ്കിലോ
നാലെന്ന് പറയുന്നത് നമ്മുടെ വീടാണ്. അപ്പോൾ ഉറപ്പായിട്ടും ആ വീട്ടിലൊരു ദുർമരണം സംഭവിക്കും. നമ്മുടെ വീടിനൊരു സുഖകരമാകുന്ന അന്തരീക്ഷത്തെ കൊടുക്കില്ല. വീട് അധപ്പതിച്ചു പോകാനുള്ള കാരണങ്ങൾ വരും. മാതാവ് രോഗിയായി തീരുകയോ മാതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിക്കൊണ്ടിരിക്കും. ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് 2ാം ഭാവത്തിലാണ് ഗുളിക നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും എന്താണ്, സാമ്പത്തിക സംബന്ധമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പ്രശ്നത്തിലൂടെ ആകാം പൂർവ്വജന്മത്തിൽ നമ്മൾ കാരണം മറ്റൊരാൾ മരണപ്പെടുക. നമ്മൾ അദ്ദേഹത്തിൻ്റെ കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാതെ വന്ന് അദ്ദേഹത്തിൻ്റെ കാര്യത്തിന് പ്രശ്നമായിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യാം. അല്ലെ സാമ്പത്തികപരമായിട്ട് പ്രശ്നമുണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായിട്ട് നമ്മൾ എന്തെങ്കിലും ആയുധമെടുത്ത് അദ്ദേഹത്തെ കൊന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് ആ പ്രേതം റിവഞ്ചായി നിൽക്കുന്നു. 3ാം ഭാവത്തിലാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? സഹോദര സംബന്ധമായി ബന്ധപ്പെട്ടിട്ട് പൂർവ്വജന്മത്തിൽ നമ്മൾ കാരണം നമ്മുടെ സഹോദരന് മരണപ്പെട്ടു പോവുകയോ അതല്ലെങ്കിൽ നമ്മൾ കാരണം ഏതെങ്കിലും വ്യക്തികളുടെ സഹോദരങ്ങൾ തമ്മിൽ നാശമുണ്ടാകേണ്ട അനുഭവങ്ങളോ ഉണ്ടാവാം. അതിൻ്റെ റിവഞ്ചായിട്ട് ഗുളികൻ നമുക്ക് സഹോദരരായ രീതിയിൽ പ്രശ്നത്തെ കൊടുക്കാം. ഇങ്ങനെ പല രീതികളിലായിരിക്കും നമുക്ക് ഗുളികൻ്റെ ദോഷഫലങ്ങളെ ചിന്തിക്കുക. അങ്ങനെ എല്ലാ ഭാവങ്ങളിലും ഓരോ രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഇവ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ഗുളികനെന്ന് പറയുന്ന ഗ്രഹം നമ്മുടെ ജാതകത്തിൽ വളരെയേറെ ദോഷത്തെ ചെയ്യും. അതിനെ നിവർത്തി ചെയ്യേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഉയരാൻ പറ്റത്തില്ല, ഉറപ്പ്. അതിന് പൂർവ്വജന്മ അസ്ട്രോളജി പ്രകാരം ആ ഗുളിക ദോഷത്തെ നിവർത്തി ചെയ്യുന്നതിൻ്റെ സങ്കേതങ്ങളുണ്ട്. ആ സങ്കേതങ്ങളിൽ, ആ ക്ഷേത്രങ്ങളിൽ പോയി ആ ഗുളികദോഷ പരിഹാര കർമ്മങ്ങൾ ചെയ്ത് നിവർത്തി ചെയ്തുകൊണ്ടാൽ ഉറപ്പായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാം. ആ ഗുളികൻ നമ്മുടെ കൂടെ ഉണ്ടായാൽ നമ്മൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ പോലും അതിന് ഫലം കിട്ടാതെ വരും. ഗുളികൻ പ്രേതമാണ്. ഇപ്പം നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് വീട്ടിലൊരു മരണം നടന്നു. ഒരു പ്രേതകർമ്മത്തിൽ നമുക്ക് ബന്ധപ്പെട്ടാൽ നമ്മൾ ക്ഷേത്രത്തിൽ പോവുമോ? നമ്മൾ ക്ഷേത്രത്തിൽ പോകത്തില്ല. ഇത്ര സമയത്തേക്ക് നമ്മൾ ക്ഷേത്രത്തിൽ പോകത്തില്ല. എന്താണ് കാരണം? ആ പ്രേത ആത്മാവിൻ്റേതായ ഊർജം ഇത്ര സമയത്തേക്ക് നമ്മുടെ അന്തരീക്ഷത്തിലും നമ്മുടെ വീട്ടിലും നമ്മുടെ ഭവനത്തിലും നമ്മുടെ സോളുമായിട്ടും നമ്മുടെ കർമ്മത്തിലും ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുമെന്ന് നിയമമാണ്. അപ്പോൾ ഒരു ഗുളികൻ നമ്മുടെ ജാതകത്തിൽ ആജീവനാന്തം നമ്മുടെ ജാതകത്തിലുണ്ടെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്ന ആൾക്കാരാണോ? അങ്ങനെ പോയി കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ഫലം നമുക്ക് ലഭിക്കുമോ? ചിന്തിച്ചു നോക്കൂ. അപ്പോൾ അതിന് പൂർണ്ണ ഫലത്തെ ലഭിക്കാതിരിക്കാൻ അത് കാരണമായി തീരും. അപ്പോൾ ലഗ്നത്തിൽ ഗുളിക നിൽക്കുന്നുണ്ട് അമ്പലത്തിൽ പോകരുത് എന്നുള്ള അർത്ഥമല്ല ഈ പറഞ്ഞത്. ഞാൻ നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു തന്ന ഒരു ലോജിക്കാണത്. അപ്പം ഗുളികൻ്റെ ദോഷത്തിന് പരിഹാരമായിട്ട് ചെയ്യേണ്ട കുറച്ച് റെമഡീസ് അത് പറഞ്ഞു തരാം. ഒന്ന്, ജപം. അതും പ്രേതദോഷ നിവാരണ മന്ത്രങ്ങൾ എന്ന് പറഞ്ഞ മന്ത്രങ്ങൾ തന്നെ ചെയ്യണം. ഒന്ന്, അഘോരമന്ത്രം. ഓം ഹ്രീം സ്ഫുരസ്ഫുര ബ്രസ്ഫുര ബ്രസ്ഫുര ഘോര ഘോര തന തനുരൂപ ചട ചട പ്രചട പ്രചട കഹ കഹ വമ വമ ബന്ധ ബന്ധ ഘാത ഘാത ഹും ഫട്ട് സ്വാഹ. ഇതാണ് അഘോരമന്ത്രം. ഈ അഘോരമന്ത്രം നിത്യവും ജപിക്കുന്നത് ഈ പ്രേതദോഷത്തിൻ്റെ ആ ഒരു ശക്തി കുറയ്ക്കാൻ, നമ്മളെ ഉപദ്രവിക്കുന്നത് കുറയ്ക്കാൻ സഹായകരമാണ്. 2, ശരഭമന്ത്രം. ശരഭമന്ത്രം പ്രേതദോഷ നിവാരണത്തിന് നല്ലതാണ്. ആ മന്ത്രം ഇതാണ്: ഓം ഖേം ഖാം ഖം ഫട പ്രാണഗ്രഹാസി പ്രാണഗ്രഹാസി ഹുംഫൾ സർവ ശത്രു സംഹാരണായ ശരഭ സാളുവായ പക്ഷിരാജായ ഹുംഫട്ട്. ഇതാണ് ശരഭമന്ത്രം. ഇത് ജപിക്കാം. 3, സുദർശന മന്ത്രം. ഓം സഹസ്രാര ഹുംഫട്ട് എന്ന മൂലമന്ത്രം ജപിക്കാം.
അല്ലെങ്കിൽ വലിയ മാലാമന്ത്രമായ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ പരായ പരംപുരുഷായ പരമാത്മനെ പരകർമ്മ മന്ത്രയന്ത്ര ഔഷധ അസ്ത്രശസ്ത്രാണി സംഹര സംഹര മൃത്യോർമോചയ മോചയ ഓം നമോ ഭഗവതേ മഹാസുദർശനായ ദീപ്ത്രജ്വാലാപരീതായ സർവദിക്ഷോപകരണായ ബ്രഹ്മണേ പരം ജ്യോതിഷേ ഹുംഫട്ട് സ്വാഹ. ഈ മന്ത്രം ജപിക്കുക. ഇത് മാലാമന്ത്രമാണ്. ഇത് കുറച്ച് ലോങ് ആയിട്ടുള്ള മന്ത്രമാണ്. ജപിക്കാനായിട്ട് സമയം ഒരുപാട് എടുക്കും. അതല്ലെങ്കിൽ അതിൻ്റെ ചെറിയൊരു മന്ത്രമാണ്. ഓം നമോ ഭഗവതേ മഹാസുദർശനായ ഹുംഫട്ട് സ്വാഹ. ഈ മന്ത്രം സുദർശന മന്ത്രമാണ്. ഇത് ജപിക്കുക. അടുത്തതാണ് നരസിംഹ മന്ത്രം. ഓം ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോന്മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. ഇത് നരസിംഹ മന്ത്രമാണ്. അതിൻ്റെ ചെറിയ മന്ത്രം മൂലമന്ത്രമാണ് ഓം ക്ഷൗം നൃസിംഹായ നമ. ഈ മന്ത്രങ്ങളൊക്കെ തന്നെ നിത്യവും ഒരു 108 ഉരുവെങ്കിലും കുറഞ്ഞത് നമ്മൾ ജപിച്ചുകൊണ്ടിരുന്നാൽ ഗുളികൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ദോഷം വലുതായ രീതിയിൽ നമ്മളെ ഉപദ്രവിക്കത്തില്ല. പിന്നെയുള്ളതാണ് പ്രത്യങ്കിരാ മന്ത്രം. അത് ജപിക്കാനായിട്ട് ഞാൻ പറയില്ല. അത് കുറച്ച് ഗൗരവമുള്ള കാര്യമാണ്. തൊട്ടാൽ ചിലപ്പോൾ പൊള്ളും. അതുകൊണ്ട് അത് ജപിക്കാൻ ഞാൻ പറയത്തില്ല. പക്ഷേ പ്രത്യങ്കിരാ മന്ത്രം എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ഒരുപാട് ഫലം കിട്ടും ഗുളികദോഷത്തിന്. പക്ഷേ അത് ചെയ്താൽ അതിൻ്റെ പിന്നിൽ വേറെയും ചില സൈഡ് എഫക്റ്റും കാര്യങ്ങളും നല്ല രീതിയിൽ വരും. അതുകൊണ്ട് ഞാനത് സജസ്റ്റ് ചെയ്യില്ല. ഗുളികദോഷ പരിഹാരമായ രീതിയിൽ ഇത്തരത്തിലുള്ള ഗൗരവ ശക്തിയേറിയ മന്ത്രങ്ങളെ പ്രകീർത്തിച്ചിട്ടുള്ള എന്തെങ്കിലും യന്ത്രങ്ങൾ, തകിടുകൾ എഴുതി ധരിക്കണം. അങ്ങനെ നമ്മുടെ ദേഹത്ത് ആ ശക്തിമത്തായിട്ടുള്ള ആ ഊർജ യന്ത്രം നമ്മുടെ ശരീരത്തെ കിടക്കുന്നുണ്ടെങ്കിൽ ഗുളികൻ വലുതായ രീതിയിൽ നമ്മളെ വർക്ക് ചെയ്യത്തില്ല, തലപൊക്കത്തില്ല. നമ്മളങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളുകളുടെ അടുക്കൽ പോയിട്ട് നല്ല യന്ത്രം, നരസിംഹയന്ത്രമോ സുദർശന യന്ത്രമോ അഘോര യന്ത്രമോ ശരഭയന്ത്രമോ പ്രത്യങ്കിര യന്ത്രമോ ഇങ്ങനെയുള്ള യന്ത്രങ്ങളൊക്കെ എഴുതി വിധിയാവണ്ണം പൂജിച്ച് ധരിച്ചു കൊണ്ടാൽ നമ്മുടെ ജീവിത വിജയത്തിന് സഹായകരമായി തീരും. ഈ മന്ത്രങ്ങളെല്ലാം കോർത്തിണങ്ങിക്കൊണ്ട് പ്രേതദോഷ പരിഹാരത്തിനായി നമ്മളത് ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് പോയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു എന്ന് മാത്രം. കാരണം അതിന് അത്രയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ ജീവിത വളർച്ചയ്ക്ക് വളരെയേറെ തടസ്സം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ഗുളികൻ. അത് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. തെരുവ് പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ഗുളികദോഷത്തിൻ്റെ പരിഹാരത്തിന് നല്ലതാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ ഗുളിക കാലം വരുന്ന സമയത്ത് എള്ള് എണ്ണ ദീപം കത്തിച്ചുകൊണ്ട് നമഃശിവായ മന്ത്രമോ നാരായണ മന്ത്രമോ ജപിച്ചുകൊണ്ടിരിക്കുക. ഗുളികകാല സമയത്ത്, ശനിയാഴ്ച ഗുളികകാല സമയത്ത് എള്ള് ദാനം ചെയ്യുക, കറുത്ത വസ്ത്രം ദാനം ചെയ്യുക. ഇതൊക്കെ ശനിയാഴ്ച ദിവസങ്ങളിൽ ചെയ്യണം. ബലിതർപ്പണാദി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് വസ്ത്രം ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കുക. അതായത് പ്രേതകർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുടേതായ അനുഗ്രഹം വാങ്ങുക. പ്രേതകർമ്മ ജോലി ചെയ്യുന്ന ആളുകളെ ദ്വേഷിക്കാതിരിക്കുക. മരണകർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ട്
ആ മരണകർമ്മത്തിന് വേണ്ടുന്ന സഹായകർമ്മ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ശവത്തേൽ ആദരിക്കുക, റീത്ത് വെക്കുക, നമസ്കരിക്കുക, നിന്ദിക്കാതിരിക്കുക. ആംബുലൻസ് ഡ്രൈവർമാരായിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ദാനകർമ്മങ്ങൾ ചെയ്യുക. നമ്മുടെ പൂർവികരായിരിക്കുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ടും ബലിതർപ്പണാദി കാര്യങ്ങൾ കൃത്യമായും ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ളതായ കാര്യങ്ങൾ ചെയ്തു കൊണ്ടാൽ ഗുളികന് അനുഗ്രഹമായി നിൽക്കാനായിട്ട് സഹായകരമാണ്. ഗുളികൻ മരണകർമ്മകാരകനായതുകൊണ്ട് ഒരിക്കലും ആരെയും ഹത്യ ചെയ്യുവാനായിട്ട് പാടില്ല. ജന്തുക്കളെയും ഹത്യ ചെയ്യുവാനായിട്ട് പാടില്ല. മറ്റൊരു പ്രധാന കർമ്മം പറഞ്ഞാൽ പലർക്കും അത് പിടിക്കാതെ വരും. നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നതും നല്ലതല്ല. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് കാര്യങ്ങൾ എന്ത് വേണേലും ചെയ്യാം, ഈ പറഞ്ഞ കാര്യം മാത്രം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് ഏറെക്കുറെ എല്ലാവരും പറയുമെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും ഞാൻ അതിൻ്റെ ഒരു കാര്യം സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ശനിയാഴ്ച ദിവസങ്ങളിൽ നവഗ്രഹങ്ങളിൽ ശനീശ്വരന് പൂജ, വഴിപാട്, എള്ളെണ്ണ ദീപം, എള്ളെണ്ണ അഭിഷേകം, നീല ശംഖുപുഷ്പം കൊണ്ടുള്ള മാല, ഇതൊക്കെ ചാർത്തുന്നതും നല്ലതാണ് ഒരു പരിധി വരെ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഒരുപാടിനിയും സംസാരിക്കുന്നില്ല. ഏറെക്കുറെ കാര്യങ്ങൾ അതിനെപ്പറ്റി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കണ്ടെത്താം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.